ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. നമ്മളുടെ വാഷ് ബേസ് ഏരിയയിലുള്ള കറകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ്. അത് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നോർമൽ ക്ലോറക്സ് നമ്മളുടെ വാഷ് ബേസ് ഏരിയയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ക്ലോസറ്റിൽ അതുപോലെ നമ്മളുടെ ബാത്റൂം ഫ്ലോറിലൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വാഷ് ബേസ് ഏരിയയിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ റിൻസിൻ്റെ ലിക്വിഡാണ് കയ്യിലുള്ളത്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ലിക്വിഡാണോ ഉള്ളത് അത് വെച്ച് യൂസ് ആക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഒരു സോഫ്റ്റ് സ്ക്രബ്ബർ യൂസ് ചെയ്ത് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലോറക്സും നമ്മളുടെ ലിക്വിഡുമാണ്. അത് വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതുപോലെ നമ്മളുടെ ബാത്റൂമിൻ്റെ ഫ്ലോറും ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളുടെ ഫ്ലോറിൽ കരിമ്പന വീണിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ക്ലോറക്സ് ഒഴിക്കുക, അതുപോലെ തന്നെ കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയാൽ നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ വീടിരുന്നിട്ട് കുറച്ച് ഇയർ ആയിട്ടോ. അന്നുള്ള വാഷ് ബേസാണ്, നമ്മൾ അതൊന്നും മാറ്റിയിട്ടില്ല. അന്നത്തെ വാഷ് ബേസാണ് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഫുള്ള് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ പൈപ്പിൻ്റെ 4 ഭാഗങ്ങളിലുള്ള കറ, അതുപോലെ ആ ഹോളിൻ്റെ 4 ഭാഗങ്ങളിലുള്ള കറയ്ക്ക് നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഉരച്ച് കഴുകുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഫലപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റായി ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വാഷ് ബേസ് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.